22 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 3 അവസ്ഥകൾ പഠിക്കുവാനായിട്ടും ധ്യാനിക്കുവാനായിട്ടും കർത്താവിൽ ആശിക്കുന്നു. ആ വാക്യം ഇങ്ങനെയാണ്: അങ്ങല്ലയോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന കാലഘട്ടമാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ദൈവം കൽപ്പിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതമാണത്. അതിനൊരു ടൈമുണ്ട്. ടൈം ആവുമ്പോൾ സിംറ്റംസ് കാണിക്കും. ആ സിംറ്റംസിനകത്ത് ഒരെണ്ണം പെയിനാണ്, വേദനയാണ്. അമ്മച്ചിമാർക്ക് ഈ കാര്യത്തിൽ പ്രാക്ടിക്കൽ നോളജുണ്ട്, പ്രായോഗിക ജ്ഞാനമുണ്ട്. എൻ്റെ ഭാര്യ ഗർഭിണികളായ യുവതികളെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: ഇനി അധികം വൈകില്ല അവള് പ്രസവിക്കാൻ, ഇന്നോ നാളെയോ സംഭവിക്കും. അതൊരു പ്രായോഗിക ജ്ഞാനമാണ്. മുഖം എന്തോ എങ്ങനെയോ അവരത് മനസ്സിലാക്കും. പണ്ടൊക്കെ ഹോസ്പിറ്റലിന് സഹായമില്ലാതെയായിരുന്നല്ലോ ഡെലിവറി. പക്ഷെ ഇതിൻ്റെ പുറകിലെ സർവശക്തന്റെ കരം ദാവീദ് കണ്ടു. താങ്കളത് കണ്ടോ? താങ്കളത് കണ്ടോ? എന്തെല്ലാം അത്ഭുതങ്ങളാണ് ആ സമയത്ത് നടക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടി ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം, ഈ ഭൂമിയിലെ ഏറ്റവും വിലയേറിയതാണ്. എലോൺ മസ്ക് ഭൂലോകത്തിലെ നമ്പർ 1 പണക്കാരൻ. എപ്പോഴാണായത്? അതേപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത്. ഏതോ ഒരു സമയത്ത് അവൻ്റെ ബുദ്ധി തുറന്നു, അവൻ്റെ കയ്യിൽ ടെക്നോളജികൾ വന്നു. ഈ സാധ്യതകളെല്ലാം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഒരു കാട്ടാനയും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടില്ല, നാട്ടാനയും ഉപയോഗിച്ചിട്ടില്ല. വില കൂടിയ നായകൾ, ഡോഗ് ഉണ്ട്. ബുദ്ധിമാന്മാരാണ് അവര്, പക്ഷെ അവര് ഫോൺ വിളിക്കത്തില്ല. അവരെ ഇങ്ങനെ പരിശീലിപ്പിച്ച് എന്തൊക്കെയോ ചെയ്യിപ്പിക്കും. അത് ഈ മൃഗങ്ങൾക്ക് ദൈവം കൊടുത്ത ചില നോളജുണ്ട്, സ്മെല്ലുണ്ട്, അവർക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷനുണ്ട്. അതിനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നല്ലാതെ ഒന്നും ശാസ്ത്രീയമൊന്നും അല്ല. മനുഷ്യൻ ആരാ? എന്താണ് മനുഷ്യൻ? ഓ മൈ ഗോഡ്! അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് പെർഫെക്റ്റായ ഒരു ചൈൽഡ് വരുന്നത് ദൈവത്തിൻ്റെ മഹാ അത്ഭുതമാണ്. അതിനെക്കുറിച്ച് 139 സങ്കീർത്തനത്തിലാണ് എഴുതിയിരിക്കുന്നത്: ഭയങ്കരവും അതിശയവുമായി അങ്ങനെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു. ഞാൻ എൻ്റെ കാലുകളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ കൂടുതൽ ചിന്തിച്ചു. 1 വർഷമായി ഒരു ആക്സിഡന്റ് സംഭവിച്ചതിനാൽ വലത്തെ കാലിന് ബലക്കുറവ് സംഭവിച്ചിരിക്കുന്നു. ഒരു ചെറിയ സ്റ്റിക്കിന്റെ സഹായത്താലാണ് നടക്കുന്നത്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മളെക്കാൾ എത്രയോ കരുത്തനാണ് ആന. പക്ഷെ 2 കാലേ നടക്കുവോ? ഇല്ല. 4 കാലയിലാണ് ഈ അഭ്യാസമൊക്കെ. 90 കിലോ ഉള്ള നിങ്ങൾ ഈ 2 കാലേ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. കാരണം ഇത് ബാലൻസ് ചെയ്യണ്ടേ. ഈ വെയിറ്റ് ഇങ്ങനെ മേലോട്ട് പോയിരിക്കുക.
രണ്ട് കാലേ നിർത്താൻ ആർക്കു പറ്റും? മനുഷ്യനെന്ന മഹാത്ഭുതത്തിനായിട്ട് നിങ്ങളൊരു സ്തോത്രം പറയണം. ദാവീദ് ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിൽ ധ്യാനിച്ചിട്ടുണ്ട്. താൻ ഇവിടെ പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ച നീ എന്ന് പറഞ്ഞാൽ ടൈമിന് മുമ്പ് പ്രസവിച്ചാൽ ചാപിള്ളയായി പോകും. ടൈം കഴിഞ്ഞ് പ്രസവിച്ചാൽ കൊച്ചു മരിച്ചു പോകും. ആ ടൈം ഓർത്തിട്ട് അവൻ സ്തുതിക്കുകയാണ്. പിന്നീട് പറയുകയാണ്, ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇന്ന് നിങ്ങൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ അത്ഭുതമായ വഴികളെ ഓർത്ത് സ്തോത്രം പറയണേ. അപ്പോൾ ബാക്കിയെല്ലാം ദൈവം ചെയ്യും. ഗോഡ് ബ്ലെസ് യു.